വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. അന്ന് രണ്ടാം ഓണത്തിന് കഴിച്ച ഭക്ഷണത്തിന് പോലും കണ്ണുനീരിൻ്റെ ഉപ്പുണ്ടായിരുന്ന ഒരു അനുഭവം ഞാനത് ഈ ഘട്ടത്തിലൊരു വരി സൂചിപ്പിച്ചു പോകണം എന്നാഗ്രഹിക്കുകയാണ്. അന്ന് രാവിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടത്തിക്കോട്ട വെടിക്കെട്ട് അപകടത്തിൽ കത്തിപ്പിടിച്ചങ്ങ് മുന്നോട്ട് പോയതുപോലെ എല്ലാ പെരകളും കത്തിപ്പിടിച്ചതുപോലെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു വാർത്ത കേരളത്തിലെ ചാനലുകൾ പ്രസിദ്ധീകരിച്ചു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: ചൂരൽമലയിലെ ദുരന്തബാധിതരെ സംസ്കാരം നടത്തിയിട്ടുള്ള ബറയിൽ ഗ്രൗണ്ടിലെ ഓരോ കുഴിക്കും കുഴിയെണ്ണി 75,000 രൂപ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു എന്നാണ്. വളരെ ബ്രേക്കിംഗ് ആയി. അതിൻ്റെ പേരെങ്ങനെ സൂചിപ്പിക്കും എന്നെനിക്കറിയില്ല. ബിഗ് ബ്രേക്കിങ്ങോ പതുക്കെയുള്ള ബ്രേക്കിങ്ങോ വിസ്ഫോടനമോ ഒരു സ്ഫോടനം ഉണ്ടായി. ഞാനത് പ്രകടിപ്പിച്ചിരുന്ന മാധ്യമ സുഹൃത്തുക്കളിൽ ചിലരെ വിളിച്ച് യാഥാർത്ഥ്യം പറയാൻ എത്രയോ ശ്രമം നടത്തി. പക്ഷെ 36 മണിക്കൂർ ശീതീകരിക്കപ്പെട്ട മുറികളിലെ ചാനൽ ചർച്ചകളിൽ മാധ്യമരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഒക്കെ പ്രമുഖർ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാ ശരീരഭാഗങ്ങളും പലതവണ ആഴത്തിൽ പരിശോധിച്ചു, വളരെ ആഴത്തിൽ പരിശോധിച്ചു. രണ്ടാം ഓണത്തിൻ്റെ ദിവസം കണ്ണീരിൻ്റെ ഉപ്പ് കഴിച്ച ചോറിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഒരുപക്ഷെ ചൂരൽമലയിലെ ശവസംസ്കാരം ലോകത്തിനു മാതൃകയായ ഒന്നായിരുന്നു. ഗംഗയുടെ ഒക്കെ തീരത്ത് അടിഞ്ഞുകൂടപ്പെടുന്ന മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് കൈകൊണ്ട് പോലും തൊടാൻ അറച്ച് JCB കൊണ്ട് കോരി മറ്റൊരു JCB കുഴിച്ച കുഴിയിലേക്ക് തള്ളിയിട്ടിരുന്ന കാഴ്ച മരവിപ്പോടെ കാണേണ്ടി വന്ന മനുഷ്യൻ്റെ മുമ്പിലേക്കാണ് ഒരുപക്ഷെ ചൂരൽമലയിലെ പേരറിയാതെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചറിയാനാകാതെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ കൊണ്ടെത്തിയത്. പൂർണ്ണമായ മൃതശരീരങ്ങളല്ല, ശരീരഭാഗങ്ങൾ. കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, കണ്ണുണ്ട്, ഹൃദയമുണ്ട്. ശരീരത്തിന് പുറത്തു കാണാവുന്നതും അകത്തു കാണാൻ പറ്റാത്തതുമായ ഭാഗങ്ങൾ ചിതറിത്തെറിക്കപ്പെട്ട ഓരോ മൃതശരീര ഭാഗങ്ങളും എത്രയോ തവണ പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടും അന്വേഷിച്ചു കണ്ടെത്താൻ പറ്റാത്ത മൃതശരീര ഭാഗങ്ങൾ നൂറുകണക്കിനുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പുന്നപ്പുഴയുടെ തീരത്ത് പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമലയിലെ ദുരന്ത മേഖല. ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേർ മരണപ്പെട്ട ഒരു ദുരന്തം. ഞാൻ അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ്, ആ ബറയിൽ ഗ്രൗണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും അടക്കാൻ ഒരു പൊതു സ്ഥലം വേണം എന്നുള്ളത് കൊണ്ട് ഒരേക്കറ പുത്തുമലയിലെ ഒരു പ്ലാന്റേഷൻ ഭൂമി ഡിസാസ്റ്റർ ആക്ട് പ്രകാരം പിടിച്ചെടുത്ത ആ ഗ്രൗണ്ട് നന്നാക്കിയാണ് അവിടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നത്. പെരുമഴയത്താണ് അതിൽ പലതും. ഓരോ മൃതശരീരങ്ങളല്ല, ശരീരഭാഗങ്ങൾ കൊണ്ടുവന്ന് പൊതുവായൊരു ഡെസ്കിൽ കിടത്തി ഏതു മനുഷ്യൻ്റേതാണെന്നറിയാത്തത് കൊണ്ട് അവൻ്റെ മതവും ജാതിയും ഏതാണെന്ന് തിരിച്ചറിയാൻ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് സർവ്വമത പ്രാർത്ഥന നടത്തി പോലീസിൻ്റെ ഗൂഗിൾ സല്യൂട്ട് കൊടുത്ത് ഓരോ കുഴിക്കും ഓരോ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി ആ കുഴിയിലേക്ക് ഈ മൃതശരീരത്തിൻ്റെ ഭാഗം നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യുവജന സംഘടനാ പ്രവർത്തകർ അവരുടെ ശരീരത്തിൽ അവരുടെ സംഘടനയെ സൂചിപ്പിക്കുന്ന ടീഷർട്ട് ഉണ്ടെങ്കിലും അതിനെ മറയ്ക്കാൻ കൂടി PP കിറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറയ്ക്കപ്പെട്ട PP കിറ്റിനുള്ളിൽ മനുഷ്യനല്ലാതെ മറ്റൊരു സംഘടനയുമില്ലെന്ന് ഉറപ്പിച്ച് അവർ ഒരുമിച്ചു പിടിച്ച് നൂറുകണക്കിന് മൃതശരീര ഭാഗങ്ങൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും പോലെ അടക്കം ചെയ്ത സ്ഥലമാണ് പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട്.